മനസ്സ് തന്നാട്ടെ. എൻ്റെ പേര് നിർഭൻ ചക്രവർത്തി. ഞാൻ D2 ബോട്ടണി സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ ജൈവാരാമം പ്രോജക്റ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു ചായകുടിയിലൂടെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ 1, 2, 3, 4 ഇപ്പോൾ 5 വരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ജൈവരാമം 1 എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിത്ത ഗ്രാമ ലാക്കാട്ടൂർ GLP സ്കൂളിലാണ് 1 ജൈവരാമം ഉള്ളത്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ 2ഉം അവിടെ തന്നെ ആയിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. 2 MGM കൂരോപ്പട MGM സ്കൂളിലാണ് ഞങ്ങൾ ജൈവരാമൻ 2 സെറ്റ് ചെയ്തേക്കുന്നത്. അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ജൈവരാമൻ 3ൽ നിന്ന് പച്ചക്കറികളാണ് ഇത് മൊത്തം ഇരിക്കുന്നത് ഇവിടെ മൊത്തം. അപ്പോൾ ഞങ്ങൾ 4 ചെന്നാമറ്റത്തായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ 5 ഞങ്ങൾ ഓർഡർ ചെയ്ത് ഇപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 12:30-ക്കാണ് അതിൻ്റെ ഇനോഗ്രേഷൻ ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ ജൈവരാമൻ 5 ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എത്ര നാളായിട്ട്? ഇപ്പം ഞങ്ങൾ ഒരു 5 മാസത്തോളമായി ഞങ്ങളിത് ചെയ്തിട്ട്. അതുപോലെ ഭവന നിർമ്മാണത്തിന്റെ ഭവന നിർമ്മാണത്തിന്റെ ഫണ്ടിലേക്കാണ് അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ബസേലിയസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ് ഈ ജൈവാരാമം പദ്ധതി എന്ന് പറയുന്നത്. 5 ജൈവാരാമങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിൽ പറഞ്ഞ പോലെ ആദ്യത്തെ ജൈവാരാമം എന്ന് പറയുന്നത് 125 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ അഡോപ്റ്റഡ് സ്കൂള് ലാക്കാട്ടൂർ ഗവൺമെൻറ് LP സ്കൂളിലാണ്. ആ സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ ലഭ്യമാകത്തക്ക വിധത്തിൽ 125 ചട്ടികളിലായിട്ട് അവിടെ പച്ചക്കറി നട്ടുപോകുന്നു. അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ ജൈവാരാമം ഞങ്ങൾ ലാക്കാട്ടൂർ, ഞങ്ങളുടെ പങ്കാളിത്ത ഗ്രാമമായിട്ടുള്ള കുരോപ്പടയിൽ ലാക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 30 സെൻറ്റിലേറെ സ്ഥലത്ത് കൃഷി ചെയ്തു പോരുന്നു. അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇപ്പം ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചകളിലും ജൈവ പച്ചക്കറി ചന്തയായിട്ട് ഇവിടെ വിപണനം നടത്തുന്നത്. നമ്മുടെ അധ്യാപകരുടെയൊക്കെ വലിയ സഹകരണത്തോടു കൂടി പച്ചക്കറി കാണുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് ഇത് വാങ്ങിച്ച് പോകുന്നു. അവർ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അതാണ് വലിയൊരു സന്തോഷം. ഇപ്പം 5 ആഴ്ചയായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നടത്താനുള്ള പച്ചക്കറികൾ ഇവിടെ ഇപ്പം എത്തുന്നുണ്ട്. രാവിലെ നമ്മുടെ ഒരു 10:30 തൊട്ട് 11 മണിയുള്ളൊരു ബ്രേക്കിൻ്റെ സമയത്താണ് കുട്ടികൾ ഇവിടെ ഈ പച്ചക്കറി ചന്ത ഓപ്പൺ ചെയ്യുന്നത്. അരമണിക്കൂറിൻ്റെ സെയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇതെല്ലാം പൂർത്തീകരിച്ച് അവർക്ക് തിരിച്ച് ക്ലാസ്സുകളിലേക്ക് കയറാനുള്ള സാഹചര്യവും ഉണ്ട്. അപ്പോൾ അത്രമാത്രം പ്രിയങ്കരമായിട്ട് തലേദിവസം തന്നെ പച്ചക്കറികളെല്ലാം എന്തുണ്ട് എന്ന് ചോദിച്ച് ഓർഡർ കിട്ടി അങ്ങനെ എല്ലാം കച്ചവടമായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ പങ്കാളിത്ത ഗ്രാമത്തിൽ പണിയുന്ന ഒരു സ്നേഹവീട്, ആ വീടിൻ്റെ ഫണ്ടിലേക്കാണ് ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ സ്വരുക്കൂട്ടി വയ്ക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ജൈവാരാമം ഇതാണ്. മൂന്നാമത്തെ ജൈവാരാമം എന്ന് പറയുന്നത് ലാക്കാട്ടൂർ MGM NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടൊരു ജൈവാരാമം നിർമ്മിച്ചു. അതാണ് 4ാമത്തെ ജൈവാരാമം. അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാക്കാട്ടൂർ തന്നെയുള്ള ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള തൈകളാണ് അവിടെ നടുന്നത്. 5ാമത്തെ ജൈവാരാമം നമ്മളിന്ന് ഇവിടെ ക്യാമ്പസിൽ തന്നെ 150 ചട്ടികളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് 150 ചട്ടികളിൽ പച്ചക്കറി നട്ടുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെയും വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ 5 ജൈവാരാമങ്ങളാണ് ഈ വർഷം ഇതുവരെയുള്ള നമ്മുടെ പ്രോജക്റ്റിലുള്ളത്. ഇത് ശരിക്കും കുട്ടികൾ കൃഷിയിലേക്ക് തിരിയുന്നു, നല്ലതിനെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവുന്നു. സാമ്പത്തിക ലാഭം എന്നുള്ളതിനൊക്കെ അപ്പുറം, തൽക്കാലം കിട്ടുന്ന ലാഭങ്ങൾക്ക് അപ്പുറം ആരോഗ്യപരമായിട്ടും ഒക്കെയുള്ള ശീലങ്ങളുടെ ഭാഗം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷി നമ്മൾ ഈ ചെയ്യുന്ന അതേ മെത്തേഡിൽ ചെയ്യുന്നു. ഇതിനെല്ലാം നമുക്ക് സഹകരണം തരുന്നത് പള്ളിക്കത്തോട്ടിലെ മഹാലക്ഷ്മി ഗോശാല ട്രസ്റ്റാണ്. ഇതിനു വേണ്ട ചാണകം, ഞങ്ങൾ ആകെ ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത് നാടൻ പശുവിൻ്റെ ചാണകം മാത്രമാണ്. അപ്പം നാടൻ പശുവിൻ്റെ ചാണകം മാത്രം ഉപയോഗിച്ചാൽ എന്ത് നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ വലിയൊരു ലാഭമാണ്. അതിലും ഒപ്പം തന്നെ ഈ ഒരു സാമ്പത്തിക ലാഭവും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ രാസവളമൊക്കെ ഇട്ടുണ്ടാക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഞങ്ങൾക്ക് പച്ചക്കറി കിട്ടുന്നുണ്ട്. ഇത്രയേറെ പച്ചക്കറി ഇതൊരൊറ്റ ദിവസത്തെ ഞങ്ങളുടെ വിളവാണ്. മനസ്സെന്നാവട്ടെ. എൻ്റെ പേര് ദേവനന്ദ. ഞാൻ ബസേലിയസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിലെ ഒരു ഫസ്റ്റ് ഇയർ വോളണ്ടിയർ ആണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ നമ്മുടെ തന്നെ പ്ലോട്ടിൽ നമുക്കൊരു 5 പ്ലോട്ടുണ്ട് ജൈവരാമത്തിൻ്റെ. അതിൽ 2ാമത്തെ പ്ലോട്ടിൽ നടക്കുന്ന കൃഷി ചെയ്ത് കിട്ടുന്ന ജൈവമായിട്ടുള്ള പച്ചക്കറികളും പിന്നെ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിനോ ടീച്ചേഴ്സിനോ ആർക്ക് വേണമെങ്കിലും ജൈവമായിട്ടുള്ള എന്ത് പച്ചക്കറികളും സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള ആഴ്ച ചന്തയാണ് ഇന്നിവിടെ നടക്കുന്നത് ശരിക്ക്. അപ്പോൾ എന്താ ഇവിടെ നടക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ഒരു വലിയ പ്രോജക്റ്റായ സ്നേഹവീട് എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. നമ്മുടെ കോളേജിൻ്റെ NSS യൂണിറ്റ് നേരിട്ട് ഏറ്റെടുത്തിട്ട് ലാക്കാട്ടൂരുള്ള ഒരു ബിനോയ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ചേട്ടന് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം. അപ്പോൾ നമുക്കായിട്ട് ഒരു ക്യാഷിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മുടെ ഈ പച്ചക്കറി കച്ചവടം ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മളിവിടെ വില തീരുമാനിച്ചല്ല വാങ്ങുക. അപ്പോൾ അവർ മനസ്സറിഞ്ഞ് പ്രോജക്റ്റിൻ്റെ കാര്യം നമ്മൾ പറയും. അപ്പോൾ എങ്ങനെ തരുന്നോ അത് നമ്മൾ സ്വീകരിക്കും. അത് എത്ര കൂടുതലായാലും കുറവായാലും
നമ്മൾ അങ്ങനെ ഇത്ര രൂപ പറയുന്ന ഒരു പരിപാടി ഈ ചന്തയിലില്ല. കോളേജ് NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി ചന്ത കോളേജിൽ സംഘടിപ്പിച്ചു വരുന്നതിൽ അതിയായ സന്തോഷം. എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഈ ചന്ത കോളേജിൽ നടക്കുന്നത്. ജൈവ പച്ചക്കറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് അതിന് വിലയൊന്നും നിശ്ചയിക്കാതെ ഇഷ്ടമുള്ളത് വാങ്ങിക്കുകയും ഇഷ്ടമുള്ള പൈസ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നത് വലിയ സന്തോഷകരമായ കാര്യം. ഇത് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന NSS യൂണിറ്റിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂടുതൽ സഹകരണവും ഇതിലേക്ക് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു.